ബീഹാറിലെ കനത്ത പരാജയത്തോടെ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യ സഖ്യത്തെ അഖിലേഷ് യാദവ് നയിക്കണമെന്ന് സമാജ്വാദി പാർട്ടി എം പി രവിദാസ് മെഹ്റോത്ര ആവശ്യപ്പെട്ടു. സഖ്യത്തെ നയിക്കേണ്ടത് മമതാ ബാനർജിയാണെന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ്. ആർ കിരൺ ബാബു വിശകലനങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനം കോൺഗ്രസിനെതിരെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ അതിങ്ങ് കേരളം വരെ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. ഏത് തരത്തിലുള്ള ഒരു സമ്മർദ്ദം മറ്റ് പാർട്ടികൾ എടുക്കുന്നുവെന്നാണ് കോൺഗ്രസ് ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കും? അപർണ, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ആരാണ് നേതാവെന്ന് ഒരിക്കൽ പോലും അങ്ങനെ ഔദ്യോഗികമായി തീരുമാനിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. അനൗപചാരികമായ ഒരു തീരുമാനം കോൺഗ്രസ് ആണ് നയിക്കേണ്ട പാർട്ടി. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് എന്നുള്ളതാണ്. പക്ഷേ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിലും തീരുമാനമെടുത്തിട്ടില്ല. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാൻ കഴിയില്ല. അതൊരു ബ്ലോക്കാണ്. അങ്ങനെ ഒരു ബ്ലോക്കിൻ്റെ തലപ്പത്ത് ആര് വേണം എന്നുള്ള ചർച്ചകൾ വന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിലേക്കുള്ള എതിർപ്പുകൾ ഉയർന്നിരുന്നു. ഒരു മമതാ ബാനർജിയുടെ പേരടക്കം പല ഘട്ടത്തിലുമൊക്കെ ഉയർന്നതാണ്. അഖിലേഷ് യാദവിൻ്റെ പേരൊക്കെ ഉയർന്നതാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സഖ്യം ഇങ്ങനെ മുന്നേറി ഈ സഖ്യം മത്സരിച്ചതും അവരെ സാമാന്യം ഭേദപ്പെട്ട നിലയിലേക്ക് അവരുടെ പ്രകടനം എത്തിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പായാലും കോൺഗ്രസ് സഖ്യം ദയനീയമായി പരാജയപ്പെടുകയാണ്. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടായി മത്സരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അവിടെയും ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അന്ന് സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാഗമായിരുന്ന ആം ആദ്മി പാർട്ടി അമ്പെ പരാജയപ്പെടുന്നു. ഉറപ്പായും വിജയിക്കുമെന്ന് കോൺഗ്രസ് കണക്കൂട്ടിയിരുന്നാണ് ഹരിയാന, അവിടെയും പരാജയപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഇപ്പോൾ ബീഹാറാണ്. ബീഹാറിലും കോൺഗ്രസ് വല്ലാതെ പരാജയപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് കഴിഞ്ഞ വർഷം 19 സീറ്റുകളിലും അതിനു മുമ്പിൽ തവണ 27 സീറ്റുകളും നേടിയ പാർട്ടിയാണ് എന്നത് ആലോചിക്കണം. അവിടെ നിന്നാണ് ഈ തരത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയത് എന്നതും വളരെ പ്രധാനമാണ്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ വീണ്ടും ഇന്ത്യ സഖ്യത്തിനെ ആര് നയിക്കണം, ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് ആര് എന്ന വിഷയത്തിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. ഇനിയിപ്പോൾ പ്രധാനമായും 2 പേരുകളാണ് ഇപ്പോൾ ഉയരുന്നത്. ഒന്ന്, മമതാ ബാനർജിയുടെ പേര് കല്യാൺ ബാനർജി മുന്നോട്ട് വെക്കുന്നു. കല്യാൺ ബാനർജി മമത ഇനി ഇന്ത്യ സഖ്യത്തെ നയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായിരുന്ന ആർ ജെ ഡിയുടെ നേതാവ് ലാലു പ്രസാദ് യാദവിനോട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കുന്നു. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ് നയിക്കുന്നത് കോൺഗ്രസിന് സംവരണം ചെയ്തിരിക്കുന്നതല്ലേ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനം, അത് ഇങ്ങനെ തുടരേണ്ടതുണ്ടോ, മമതാ ബാനർജിയുടെ പേര് ഉയർന്നു വരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല, അവർ ഇനി നയിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ലാലുവിൻ്റെ പ്രതികരണം ഉണ്ടായത്. അത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ലാലു പ്രസാദ് യാദവിനെ പോലെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ ഇനി മമതാ ബാനർജി നയിക്കട്ടെ എന്നുള്ള ചോദ്യം ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന് അഖിലേഷ് യാദവിൻ്റെ പേരാണ്. എസ് പിയുടെ നേതാവ് അഖിലേഷ് യാദവിൻ്റെ പേരാണ്. അഖിലേഷ് യാദവിൻ്റെ പേര് എസ് പിയുടെ ഒരു MLA രവിദാസ് മഹോത്ര തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവർ പറയുന്നതും ഇനി 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കോൺഗ്രസുമായി ഒരിക്കൽ സഖ്യത്തിലാവുകയും പിന്നീട് കോൺഗ്രസ് സഖ്യം ഉപേക്ഷിക്കുകയും ചെയ്ത് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്ത് SP സാമാന്യം ഭേദപ്പെട്ട നിലയിൽ അടുത്ത തവണ ഭരണം പിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കോൺഗ്രസുമായി ഒരു സഖ്യമുണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി അതിൽ ഉയരുന്നുണ്ട്. ലോക്സഭയിലെ 3ാമത്തെ വലിയ കക്ഷിയാണ് SP എന്നത് ആലോചിക്കണം. ലോക്സഭയിൽ 37 MPമാരാണ് SP ക്കുള്ളത്. പ്രതിപക്ഷത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ 2ാമത്തെ വലിയ കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ് ആണ്. ലോക്സഭയിലെ 4ാമത്തെ വലിയ കക്ഷി 29 MPമാരുണ്ട്. 22 MPമാരുള്ള DMK ആണ് അതിൽ 5ാമത്തെ വലിയ കക്ഷി. പക്ഷേ DMKയുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിൽ ഒരു ആവശ്യം DMK MPമാരോ അല്ലെങ്കിൽ DMK നേതാവ് സ്റ്റാലിനോ ഒന്നും ആ തരത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവാണെന്ന് പ്രധാനമന്ത്രി മോഹം അദ്ദേഹം ഇതുവരെ ആ പാർട്ടി ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അഖിലേഷ് യാദവിൻ്റെ വിഷയത്തിലും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ കാര്യത്തിലും അങ്ങനെയല്ല, അവരായിരിക്കണം നേതാവ് എന്ന് ആ പാർട്ടികൾ തീവ്രമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഉചിതമായ സമയം എന്നതുകൂടി അവർ കണക്കിലെടുക്കുന്നുണ്ട്. കാരണം ഈ സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നയിക്കുമ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസിന് ശക്തിയുള്ള സംസ്ഥാനങ്ങളടക്കം, അത് മഹാരാഷ്ട്ര ആയിക്കോട്ടെ ഹരിയാന ആയിക്കോട്ടെ, അവിടെയൊന്നും കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ബീഹാറിൽ വന്നപ്പോൾ കോൺഗ്രസ് തങ്ങളുടെ പഴയ തഴമ്പൊക്കെ പറഞ്ഞ് കൂടുതൽ സീറ്റുകളൊക്കെ വാങ്ങിയെങ്കിലും കോൺഗ്രസിന് അവിടെയും മെച്ചപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. RJDയും കണക്കുകൂട്ടുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്ക് ഒരു വലിയ സഹായം RJDക്കും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ RJD സഖ്യത്തിന് വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഈ പരാജയങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുമൊക്കെ ചോദ്യം ഉയരുന്നത്. പക്ഷേ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് കോൺഗ്രസ് തയ്യാറായേക്കില്ല എന്നാണ് നമുക്ക് ലഭ്യമായ സൂചനകൾ. നേരത്തെയും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് തൽക്കാലം അത്തരം ഒരു തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. നേതാവ് ആര് എന്ന് ഔദ്യോഗികമായി തീരുമാനിക്കേണ്ടതില്ല, ഏത് പാർട്ടി നയിക്കുമെന്ന് തീരുമാനിക്കേണ്ടതില്ല, കൂട്ടായ്മ മാത്രമാണ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയായിരിക്കും സ്വാഭാവികമായി. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഈ സഖ്യത്തിൻ്റെ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ചോദ്യം വരാനില്ല. ഇനി പ്രധാനപ്പെട്ട ചോദ്യം വരാനുള്ളത് UP യെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇങ്ങനെ
തലത്തിലൊക്കെ ചർച്ചകൾ ഉണ്ടാകുമെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്കൊന്നും ഇന്ത്യ സഖ്യം പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. റൈറ്റ്.